ഒരു പ്രായമൊക്കെ ആകുമ്പോൾ പണിയെല്ലാം നിർത്തിയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക. ഇതിനെയാണല്ലോ റിട്ടയർമെന്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ റിട്ടയർ ചെയ്ത ബാക്കി കാലഘട്ടത്തില് മരിക്കുന്നത് വരെ ഒരു ഫിക്സ്ഡ് തുക ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. പണത്തെ പറ്റി പേടിക്കാതെ ഇരിക്കുക. ആഹാ, അന്തസ്. ഇതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. ഇതിനെ തന്നെയല്ലേ നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് വിളിക്കുന്നത്. അതായത് ആയ കാലത്ത് പണിയെടുക്കുക, അതിനുശേഷം റിട്ടയർ ചെയ്യുക, റിട്ടയർ ചെയ്തതിനു ശേഷം പണത്തെ പേടിക്കാതെ ഫിക്സ്ഡ് ആയിട്ടുള്ള തുക പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് എല്ലാവരുടെ സ്വപ്നവും. എന്നാൽ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ എന്ന് പലരും പേടിക്കുന്നതും പറയുന്നതും അതുകൊണ്ട് ഗവൺമെന്റ് ജോലിയുടെ പുറകിൽ പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഇന്ന് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അവര് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഗവൺമെന്റിന്റെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാവുകയാണെങ്കിൽ അവർക്കും ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടാവുന്നതാണ്. അതെ, ഇത് ഗവൺമെന്റ് തന്നെ ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ പെൻഷൻ സ്കീമിനെ പറ്റിയാണ്. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ മാസം മാസം ഒരു തുക ഗവൺമെന്റിന്റെ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന്, നിങ്ങളുടെ സ്പൗസിന് ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. വളരെ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ 30 വയസ്സുള്ള ഒരാൾ മാസം 10,000 രൂപ വെച്ചിട്ട് 60 വയസ്സ് വരെ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഗവൺമെന്റിനാണല്ലോ ഈ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പൈസ എടുത്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ബോണ്ട് മാർക്കറ്റിലേക്കും ഡിബഞ്ചേഴ്സിലേക്കും ഒക്കെ വളരെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്, പേടിക്കേണ്ടതില്ല. അപ്പോൾ വളരെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇട്ട ഈ മാസം 10,000 രൂപ നിങ്ങളുടെ 60ാമത്തെ വയസ്സാകുമ്പോഴേക്കും 2,28,00,000 രൂപയായിട്ട് വളരും. ഈ 2,28,00,000 രൂപയെ ഗവൺമെന്റ് ഒരു ആനുവിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ആനുവിറ്റി എന്താണെന്ന് അറിയില്ല എങ്കിൽ പേടിക്കേണ്ട, വീഡിയോന്റെ ബാക്കി ഭാഗത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റ് ഇതൊരു ആനുവിറ്റി പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും മരിക്കുന്നത് വരെ നിങ്ങൾക്ക് മാസം ഒരു 1,10,10,000 രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊരു എക്സാമ്പിൾ ആണ്. വെറും 10,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്ത 30 വയസ്സുള്ള ഒരാൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. മാസം 1,10,10,000 രൂപയോളം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും പെൻഷൻ. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 2,28,00,000 രൂപ നിങ്ങളുടെ നോമിനി, അതായത് നിങ്ങളുടെ മക്കളാണെങ്കിലും നിങ്ങളുടെ നോമിനി ആരാണെങ്കിലും ആ പൈസ മുഴുവനായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും തോന്നുന്നില്ലേ, ഇനി ഏതൊരു സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാമെന്നും പെൻഷൻ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ നാഷണൽ പെൻഷൻ സ്കീമിനെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ, നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഡൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ഒരു പൊസിഷനിലേക്ക് എത്തണോ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, വീഡിയോ ദയവായി മുഴുവനായി തന്നെ കാണുക. കാരണം വീഡിയോന്റെ ഏറ്റവും അവസാന ഭാഗത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ആഹാ ഇത് അടിപൊളിയാണല്ലോ, ഇതിലൂടെ ഫൈനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ചെറുതായിട്ടൊരു തെറ്റ് അവിടെ ഉണ്ട്. അവസാന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നാഷണൽ പെൻഷൻ സ്കീം എന്നുള്ളത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്കീമാണോ, ഇത് എല്ലാവരും ചെയ്യേണ്ടതുണ്ടോ, ഇത് ആക്ച്വലി ചെയ്താൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളവർ ആരാണ്, ബെനിഫിഷ്യൽ അല്ലാത്തവർ ആരാണ്, അങ്ങനെ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് കമ്പാരിസൺസ് വീഡിയോന്റെ അവസാന ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എപ്പോഴത്തെ പോലെയും മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. നാഷണൽ പെൻഷൻ സ്കീമിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഈ വീഡിയോനെയും പല സെഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സെഗ്മെന്റിനും അതിൻ്റെതായ ഹെഡിങ് ഉണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് അത് കേൾക്കുക. അങ്ങനെ ഓരോ സെഗ്മെന്റും കേട്ട് പോകുമ്പോൾ അവസാനമാകുമ്പോഴേക്കും NPS പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയും. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NPS വിശ്വാസ്യതയെ പറ്റിയാണ്, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിയെ പറ്റിയാണ്. ഇതൊരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ഏറ്റവും വലിയ പേടി എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയ്യോ എന്റെ പൈസക്ക് എന്തെങ്കിലും പറ്റുമോ, ഇതാരാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്, ഈ പൈസ മുഴുവനായി നഷ്ടപ്പെട്ടു പോകുമോ, ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രെഡിബിലിറ്റിയെ പറ്റി ആദ്യമായിട്ട് തന്നെ സംസാരിക്കേണ്ടത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ NPS നടത്തുന്നത് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ അല്ല, എന്നാൽ ഗവൺമെന്റ് ആണ്. 2004 NPS എന്ന പദ്ധതി ആദ്യമായിട്ട് വരുന്നത്. എന്നാൽ 2009 വരെ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2009 കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും NPS ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയി. പറഞ്ഞതുപോലെ ഈ ഒരു സെഗ്മെന്റിൽ മനസ്സിലാക്കേണ്ട കാര്യം PFRDA
പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, ഗവൺമെന്റിന്റെ തന്നെ ഒരു വിങ് ആണ്. അങ്ങനെ ഗവൺമെന്റ് തന്നെയാണ് ഈ പെൻഷൻ ഫണ്ടും NPS മുഴുവനായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ്, നിങ്ങളുടെ പൈസ റിലേറ്റഡ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് സെബി റെഗുലേറ്റ് ചെയ്യുന്നത് പോലെ ഇൻഷുറൻസ് എന്ന മേഖല IRDA റെഗുലേറ്റ് ചെയ്യുന്നത് പോലെ പെൻഷന്റെ ഈ ഒരു മേഖല NPS റെഗുലേറ്റ് ചെയ്യുന്നത് PFRD ആണ്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എലിജിബിലിറ്റി ആണ്. NPS നല്ലതാണെന്ന് നിങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ ആർക്കൊക്കെ NPSൽ പണം നിക്ഷേപിക്കാം, ആരൊക്കെയാണ് എലിജിബിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയും വളരെ ഓപ്പൺ ആണ് കാര്യങ്ങൾ. ഏതൊരു ഇന്ത്യൻ സിറ്റിസണും 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ആണെങ്കിൽ ആർക്കും NPSൽ പണം നിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇൻഫാക്ട് NRI ആണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് NPSൽ പണം നിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് പെൻഷൻ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് എല്ലാവരും എലിജിബിൾ ആണ്, എന്നാൽ ആരൊക്കെ ഇതിൽ ശരിക്കും ചെയ്താൽ ബെനിഫിറ്റ് കിട്ടും? ഇത് ഞാൻ പറഞ്ഞതുപോലെ അവസാനം വരെ കാണുക. വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ആർക്കാണ് ശരിക്കും NPS നല്ലത്, ആർക്കാണ് NPS നല്ലതല്ലാത്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് NPSൽ നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം 10,000 അല്ലെങ്കിൽ മാസം എത്ര രൂപയാണെങ്കിലും, ചെറുതാണെങ്കിലും ഇടാൻ കേട്ടോ, മാസം ഇടുകയാണെങ്കിൽ എത്ര പെർസെന്റേജ് ആനുവൽ റിട്ടേൺസ് കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ടാകില്ലേ? അപ്പൊ നമുക്ക് റിട്ടേൺസിനെ പറ്റി സംസാരിക്കാം. അപ്പൊ NPSൽ നോക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, NPS ഒരു മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് നിങ്ങൾ NPSലേക്ക് ഇടുന്ന പൈസ, അതായത് നിങ്ങൾ ഗവൺമെന്റിന് കൊടുക്കുന്ന പൈസ ഗവൺമെന്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കും, കുറച്ച് ബോണ്ടുകളിലേക്ക് നിക്ഷേപിക്കും, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കും. അതുകൊണ്ട് മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ റിട്ടേൺസ്. ഒരു ഫിക്സ്ഡ് റിട്ടേൺസ് ഇവിടെ കിട്ടുന്നതല്ല. എന്നാലും ഹിസ്റ്റോറിക്കലി കുറെ നാളുകളായിട്ട് ഇത് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ മുന്നിലേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടും വളരെ കൺസർവേറ്റീവ്ലി പറയുകയാണെങ്കിൽ വർഷം ഒരു 8 മുതൽ 10% വരെ റിട്ടേൺസ് നിങ്ങൾക്ക് NPSൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിട്ടേൺസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ NPSുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് PPF ഉണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. PPFൽ നമുക്ക് കിട്ടുന്നത് നിയർലി ഒരു 8% റിട്ടേൺസ് ആണ്. അപ്പോൾ അതിനേക്കാളും റിട്ടേൺ വെച്ചിട്ട് എന്തുകൊണ്ടും NPS ബെറ്റർ ആണ്. ഒരു 10% വരെ റിട്ടേൺസ് വളരെ സേഫ് ആയിട്ട് കിട്ടുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊരു സൈഡിലുള്ള കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ELSS മ്യൂച്വൽ ഫണ്ടുകൾ NPS പോലെ പലരും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 13 മുതൽ 15% വരെ റിട്ടേൺസ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം ELSSലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടും. എന്നാൽ അത് കുറച്ച് നോളജ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ കുറച്ചധികം പണി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ റിട്ടേൺസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ PPF പോലുള്ള പല സ്കീമുകളെക്കാളും എത്രയോ ബെറ്റർ ആണ്. എന്നാൽ ELSSന്റെ അത്രയും റിട്ടേൺസ് ഇല്ല, എന്നാൽ ELSSനേക്കാളും കുറെ അധികം എളുപ്പമാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ റിട്ടേൺസിലെ ഉത്തരം എന്ന് പറയുന്നത് വർഷം ഒരു 8 മുതൽ 10% റിട്ടേൺസ് വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ റിട്ടേൺസിനെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന പൈസ ഗവൺമെന്റ് തന്നെ ബുദ്ധിപരമായിട്ട് ഇക്വിറ്റിയിലേക്കും ബോണ്ടുകളിലേക്കും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഒരു ഡൗട്ട് ഉണ്ടാകില്ലേ, എക്സാക്ട്ലി എവിടെയാണ് ഗവൺമെന്റ് പൈസ നിക്ഷേപിക്കുന്നത്? നല്ല സ്ഥലങ്ങളിൽ തന്നെയാണോ എന്ന് അറിയേണ്ടതില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സെഗ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടേക്കാണ് ഗവൺമെന്റ് നമ്മൾ കൊടുക്കുന്ന പൈസ നിക്ഷേപിക്കുന്നത്. 4 അസറ്റ് ക്ലാസസിലേക്കായിട്ടാണ് ഗവൺമെന്റ് നമ്മൾ കൊടുക്കുന്ന പൈസ നിക്ഷേപിക്കുന്നത്. ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് GCEA എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്ന പൈസ ഗവൺമെന്റ് നിക്ഷേപിക്കുന്നത് G ക്ലാസ്സിലേക്കാണ്. G ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബോണ്ടുകളിലേക്ക്. അതായത് ബോണ്ടിന്റെയും ഡിബഞ്ചേഴ്സിന്റെയും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബോണ്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഗവൺമെന്റ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസ ഗവൺമെന്റ് തന്നെ ഗവൺമെന്റിന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കടം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സേഫ് ആണ്. ഇതിൽ ഒട്ടും തന്നെ റിസ്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വളരെ ലോ റിസ്ക് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് ഈ G ക്ലാസ്സിൽ വരുന്നത് ഗവൺമെന്റ് ബോണ്ടുകൾ. രണ്ടാമത്തെ അസറ്റ് ക്ലാസ് നമ്മുടെ പൈസ പോകുന്നത് കോർപ്പറേറ്റ് ബോണ്ടുകളിലേക്കാണ്. നേരത്തെ ആ വീഡിയോ കണ്ട ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതില് കോർപ്പറേറ്റ് കമ്പനികൾക്കാണ് നമ്മുടെ പൈസ കടമായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റിസ്ക് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും അധികം റിസ്ക് ഇല്ല, സേഫ് തന്നെയാണ്. മൂന്നാമത്തത് E ക്ലാസ് ആണ്. അതായത്
വണ്ടി ഈ ക്ലാസ് അല്ല കേട്ടോ, ഇക്വിറ്റി ക്ലാസ്. നമ്മൾ കൊടുക്കുന്ന പൈസ ഗവൺമെന്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ഷെയർ വാങ്ങാനായിട്ട് ഉപയോഗിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുക. അപ്പൊ കമ്പനികളുടെ ഷെയറുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നു, അതിലൂടെ കുറച്ച് നല്ല റിട്ടേൺസ് കിട്ടാൻ പറ്റും. വളരെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അധികം റിസ്ക് ഇല്ലാത്ത രീതിയിലും അവർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. നാലാമത്തെ അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് എ ക്ലാസ് ആണ്, അതായത് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്. ഇതിലെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെ മാക്സിമം 5% മാത്രമേ ഗവൺമെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ എ ക്ലാസ്സിലേക്ക് ഇടുള്ളൂ. കാരണം എ ക്ലാസ്സിൽ നിങ്ങളുടെ പൈസ പോകുന്നത് കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെന്റിലേക്കാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിലേക്ക്, ഹെഡ്ജ് ഫണ്ടുകളിലേക്ക്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക്, അങ്ങനെയുള്ള സ്ഥലത്തിലേക്കാണ് നിങ്ങളുടെ പൈസ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം 5% മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സെഗ്മെന്റിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാസം 10,000 രൂപ അല്ലെങ്കിൽ എത്ര തന്നെയാണെങ്കിലും ഒരു പൈസ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് ഈ പറയുന്ന ക്ലാസ്സുകളിലേക്കാണ് പണം നിക്ഷേപിക്കുന്നത്. അതിലൂടെ തന്നെ വളരെ നല്ല സേഫ്റ്റി നിങ്ങളുടെ പണത്തിനുണ്ട്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനുണ്ട് എന്ന് ഗവൺമെന്റ് തന്നെ ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പണം നിക്ഷേപിക്കപ്പെടുന്ന അസറ്റ് ക്ലാസസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിയുള്ള വ്യൂവർ ഇപ്പൊ ചിന്തിക്കുക, അല്ല ഈ 4 അസറ്റ് ക്ലാസസ് ഉണ്ട് എന്ന് പറയുന്നു, എന്നാൽ എന്റെ പൈസ ഏത് അസറ്റ് ക്ലാസസിലേക്ക് എത്ര പെർസെന്റേജ് വെച്ച് പോകുന്നു എന്നുള്ളത് എനിക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് പോകുന്നു എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുമോ? എത്ര പെർസെന്റേജ് ആണ് ഗവൺമെന്റ് ഏത് അസറ്റ് ക്ലാസസിലേക്ക് പോകുന്നു എന്നുള്ളത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ശരിയല്ലേ? അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഏത് അസറ്റ് ക്ലാസസിലേക്ക് എത്ര പെർസെന്റേജ് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. അത്രയധികം ഫ്ലെക്സിബിലിറ്റിയും ട്രാൻസ്പെറൻസിയുമാണ് NPS നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക? 2 മെത്തേഡ് ഉണ്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഒരു ഓട്ടോ ചോയ്സ് ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്, ഒരു ആക്റ്റീവ് ചോയ്സ് ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ടും പോപ്പുലർ ആയിട്ടും NPS ഉപയോഗിക്കുന്നവർ ഫോളോ ചെയ്യുന്നത് ഈ ഓട്ടോ ചോയ്സ് മെത്തേഡാണ്. അപ്പോൾ ഈ ഓട്ടോ ചോയ്സ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓട്ടോ ചോയ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ NPSന്റെ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഡാഷ്ബോർഡിലേക്ക് പോകുമ്പോൾ ഗവൺമെന്റ് നിങ്ങളടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ NPS നിങ്ങളടുത്ത് ചോദിക്കും 3 ഓപ്ഷൻസ് തന്നിട്ട് ആ 3 ഓപ്ഷൻസ് പ്രകാരം എങ്ങനെയാണ് പൈസ നിങ്ങൾ നിക്ഷേപിക്കേണ്ടതെന്ന്. അതായത് ഒരു അഗ്രസീവ് ലൈഫ് സൈക്കിൾ മോഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലൈഫ് സൈക്കിൾ മോഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ലൈഫ് സൈക്കിൾ മോഡൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പേരിലുള്ളത് പോലെ തന്നെ നിങ്ങൾ അഗ്രസീവ് ലൈഫ് സൈക്കിൾ മോഡൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഗവൺമെന്റിന് മനസ്സിലായി നിങ്ങൾ അഗ്രസീവ് ആണ്, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിലായി. അത്രമാത്രം നിങ്ങൾ ഗവൺമെന്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ ബുദ്ധിപരമായിട്ട് 35ാമത്തെ വയസ്സ് വരെ നിങ്ങളുടെ പൈസ 75% വരെ ഇക്വിറ്റിയിലേക്ക് വിടും. അതിനുശേഷം നിങ്ങളുടെ പ്രായം കൂടുന്തോറും ഇക്വിറ്റിയിലേക്ക് വിടുന്ന പൈസേനെ അവർ തന്നെ ബുദ്ധിപരമായി ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ശതമാനക്കണക്ക് വെച്ച് കുറച്ച് കൊണ്ടുവരും. അങ്ങനെ അവസാനം 55 വയസ്സാകുമ്പോൾ ഇക്വിറ്റിയിലേക്ക് നിങ്ങൾ ഇടുന്ന പൈസയുടെ 15% മാത്രമേ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇക്വിറ്റിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് പ്രായം കൂടുന്തോറും കുറച്ചു കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ, പ്രായം കൂടുന്തോറും നമ്മുടെ റിസ്ക് എടുക്കുന്ന കപ്പാസിറ്റി നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോങ് ടേമിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് ബുദ്ധിപരമായി മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റ് തന്നെ ആ പണി നമുക്ക് എടുത്തു തന്നോളും. ഇതാണ് അഗ്രസീവ് ലൈഫ് സൈക്കിൾ. ഇനി നിങ്ങൾ മോഡറേറ്റ് ലൈഫ് സൈക്കിൾ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ഗവൺമെന്റ് അടുത്ത് പറയുകയാണ്, എനിക്ക് അധികം റിസ്ക്കും എടുക്കേണ്ട, എന്നാൽ അധികം സേഫും ആക്കണ്ട. അങ്ങനെ ഗവൺമെന്റ് അടുത്ത് പറഞ്ഞാൽ അവർ തന്നെ ബുദ്ധിപരമായിട്ട് 35 വയസ്സ് വരെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ 50% ഇക്വിറ്റിയിലേക്ക് ഇടും. അതിനുശേഷം പ്രായം കൂടുന്തോറും ഇക്വിറ്റിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൊണ്ടുവരും. അങ്ങനെ 55 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ഇക്വിറ്റിയിലേക്കുള്ള ഡയറക്റ്റ് സ്റ്റോക്കുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് 10% കുറക്കുന്നതാണ്. ഇനി നിങ്ങൾ അതല്ല, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ലൈഫ് സൈക്കിളാണ് തിരഞ്ഞെടുക്കുന്നത്, ഏറ്റവും സേഫ്റ്റിയാണ് വേണ്ടതെന്ന് ഗവൺമെന്റിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ 35 വയസ്സ് വരെ പോലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വെറും 25% മാത്രമേ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. പ്രായം കൂടുന്നോളും അതും കുറഞ്ഞു വരും. 55 വയസ്സാകുമ്പോഴേക്കും വെറും 5% മാത്രമേ ഇക്വിറ്റിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അഗൈൻ ഇത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഓട്ടോ ചോയ്സിൽ പോയിട്ട് ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ഗവൺമെന്റിന്റെ അടുത്ത് പറയുക, അവർ അതിനനുസരിച്ച് വളരെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊള്ളും. ഇനി ഇത് ഓട്ടോ ചോയ്സ് ആണ്, ഇതാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. ഇനി ഒരു ആക്റ്റീവ് ചോയ്സ് കൂടിയുണ്ട്. ഈ ആക്റ്റീവ് ചോയ്സിൽ പോയാൽ ഈ 3 ഓപ്ഷൻ ഒന്നുമില്ല, നമുക്ക് തന്നെ ഗവൺമെന്റിന്റെ അടുത്ത് പറയാം എത്ര ശതമാനം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇക്വിറ്റി അല്ലാത്തതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. എന്നാൽ ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 50 വയസ്സ് ആകുന്നത് വരെ നിങ്ങളുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റിന്റെ മാസം മാക്സിമം 75%
75% മാത്രമേ നിങ്ങൾക്ക് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പോയിന്റിലും ഇൻവെസ്റ്റ്മെന്റിന്റെ 75%-നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാപ്പിൽ നിങ്ങൾക്ക് തന്നെ പോയിട്ട് എത്ര ശതമാനം ഇക്വിറ്റിയിൽ വേണം, ഇത്ര ശതമാനം ഇക്വിറ്റിയിൽ വേണ്ട എന്നുള്ളത് NPSന്റെ ഡാഷ്ബോർഡിൽ പോയിട്ട് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. 50 വയസ്സ് കഴിഞ്ഞാൽ അഗെയിൻ ഇവിടെയും ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റിയിലേക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുക, അതിന്റെ ആ ഒരു ക്യാപ്പ് ഗവൺമെന്റ് കുറച്ച് കൊണ്ടുവരും. അത് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മാക്സിമം 60 വയസ്സാകുമ്പോൾ ആക്റ്റീവ് റൂട്ടിലൂടെ പോകുന്ന ആൾക്ക് പോലും മാക്സിമം ഇക്വിറ്റിയിലേക്ക് 50% ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് വളരെയധികം പാടുപെട്ട് പണിപെട്ട് നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇക്വിറ്റിയിലേക്കുള്ള എക്സ്പോഷർ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഡെറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ഡിസിപ്ലിനോട് കൂടി വളരെ നല്ല ശൈലിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ രീതി ഇവിടെ സെറ്റ് ചെയ്ത് തരികയാണ് ഗവൺമെന്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ തുടങ്ങിയപ്പോൾ ഓട്ടോ ചോയ്സിനകത്തുള്ള അഗ്രസീവ് മോഡൽ ആയിരിക്കും സെലക്ട് ചെയ്തത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി ഓട്ടോയിൽ തന്നെയുള്ള മോഡറേറ്റിലേക്ക് മാറണമെന്ന്, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സ് തന്നെ മാറി ആക്റ്റീവ് ചോയ്സിലേക്ക് മാറണമെന്ന് തോന്നി. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ അവൈലബിൾ ആണോ, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് നിങ്ങൾക്ക് വർഷത്തിൽ 2 തവണ വരെ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൂടി ഈ ഒരു സെഗ്മെന്റിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത്, എങ്ങനെ നിക്ഷേപിക്കാം എന്നുള്ളതെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു അറിഞ്ഞിരിക്കേണ്ട ചോദ്യം, നിങ്ങൾ കൊടുക്കുന്ന ഈ മാസം കൊടുക്കുന്ന പൈസ ശരിക്കും NPSന് കൊടുക്കുമ്പോൾ അത് ഗവൺമെന്റിൽ നിന്ന് ആരാണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? ഗവൺമെന്റ് തന്നെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അവർ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതോ ഗവൺമെന്റ് നമ്മുടെ പൈസ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് അവരാണോ പൈസ നമ്മൾ നിക്ഷേപിക്കുന്നത്? അപ്പോൾ ഇവിടെയാണ് പെൻഷൻ ഫണ്ട് മാനേജേഴ്സിനെ പറ്റി അറിയേണ്ടത്. അതായത് നമ്മൾ മാസം ഗവൺമെന്റിന് കൊടുക്കുന്ന പൈസ ഗവൺമെന്റ് അവൈലബിൾ ആയിട്ടുള്ള, ഗവൺമെന്റുമായിട്ട് എംപാനൽ ചെയ്യപ്പെട്ടിട്ടുള്ള പെൻഷൻ ഫണ്ട് മാനേജേഴ്സിന് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെയുള്ള ഫേമസ് പെൻഷൻ ഫണ്ട് മാനേജേഴ്സുമാണ് NPSുമായിട്ട് കണക്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൈസ ഇതിൽ ഏതെങ്കിലും ഒരു പെൻഷൻ ഫണ്ട് മാനേജറിന്റെ കയ്യിലാണ് പോകുന്നത്. അവരാണ് ഗവൺമെന്റിന് വേണ്ടി നമ്മുടെ പൈസ വളരെ ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ചോദിക്കുകയാണെങ്കിൽ NPSന്റെ ഡാഷ്ബോർഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ പൈസ മാനേജ് ചെയ്യേണ്ട പെൻഷൻ ഫണ്ട് മാനേജറിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ പെർഫോമൻസിൽ നോക്കിയിട്ട്, അവരുടെ റിവ്യൂസ് നോക്കിയിട്ട് നമുക്ക് തന്നെ ഇതിൽ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ NPS എന്താണെന്നല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് നിങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞ് ഇത് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അടുത്ത കാര്യം നിങ്ങൾ അറിയേണ്ടത് മാസം എത്ര പൈസ ഇതിലേക്ക് നിക്ഷേപിക്കണം, അല്ലെങ്കിൽ വർഷം എത്ര നിക്ഷേപിക്കണം, മാക്സിമം ലിമിറ്റ് ഉണ്ടോ, മിനിമം ലിമിറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. എല്ലാ വർഷവും മിനിമം 500 രൂപയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ NPS അക്കൗണ്ടിലേക്ക് ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. വർഷം 500 മാത്രം മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് അല്ലേ? ഈ വർഷം നിങ്ങൾ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ NPS അക്കൗണ്ട് ഒരു ഡോർമെന്റ് അക്കൗണ്ട് ആയി മാറും. അങ്ങനെ ഒരു വർഷം നിക്ഷേപിച്ചില്ലെങ്കിൽ അത് ഡോർമെന്റ് അക്കൗണ്ട് ആയി. 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 4ാമത്തെ വർഷവും ഇൻവെസ്റ്റ് ചെയ്തില്ല, അങ്ങനെ 5ാമത്തെ വർഷം പോയിട്ട് നിങ്ങളുടെ ഡോർമെന്റ് അക്കൗണ്ടിനെ പിന്നെയും ഒരു ആക്റ്റീവ് NPS അക്കൗണ്ട് ആക്കി മാറ്റണമെങ്കിൽ ഈ 5 വർഷത്തേക്കുള്ള മിനിമം തുകയായിട്ടുള്ള 500 രൂപയെ നിങ്ങൾ ഒരുമിച്ച് അടച്ചാൽ മാത്രം മതി. അപ്പൊ 500 × 5 2500 രൂപ ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ പിന്നെയും നിങ്ങളുടെ NPS അക്കൗണ്ട് ആക്റ്റീവ് ആകും. അതിന് പിന്നെയും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ തുടങ്ങി എന്നുള്ളത് കൊണ്ട് ഒരു വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, നിങ്ങൾ പേടിക്കേണ്ടതുമില്ല. എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തുടങ്ങാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ NPSനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞതാണ്, 60 വയസ്സ് വരെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ തുടങ്ങി കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ഇടക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട പൈസേനെ ഇടക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? അതായത് പ്രീമെച്യൂർ ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ, പ്രീമെച്യൂർ ആയിട്ട് വിഡ്രോവൽ ചെയ്യാൻ നടക്കുമോ, ഏർലി കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലോഷർ നടക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം NPSനുള്ളത്. അതായത് NPS ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ ഇടക്ക് നിർത്തൽ, ഇടക്ക് പൈസ വിഡ്രോ ചെയ്യല്, കംപ്ലീറ്റ് ആയിട്ട് നിർത്തി അതിനെ സ്റ്റോപ്പ് ചെയ്യല്, ഇതൊക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിലേക്ക് കയറുക. അതായത് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഇതൊരാൾ തുടങ്ങുകയാണെങ്കിൽ അത് അയാളുടെ റിട്ടയർമെന്റ് കാലം വരെ കണ്ടിന്യൂ ചെയ്യുക, സോ ദാറ്റ് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് പെൻഷൻ കിട്ടുക. അത്ര വളരെ നല്ല ഇന്റൻഷനോട് കൂടി ഇത് തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഇടയ്ക്ക് അങ്ങനെ നിർത്താൻ കുറച്ച് പാട് തന്നെയാണ്. എന്നാലും അതിന്റെ പല കേസസ് നമുക്ക് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് 60 വയസ്സാകുന്നതിന് മുൻപ് ഇതിൽ നിന്ന് കുറച്ച് പൈസ വിഡ്രോ ചെയ്യണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായി. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നു, അതായത് നിങ്ങൾ നോക്കുമ്പോൾ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ അതിൽ നിന്ന് പ്രീമെച്യൂർ ആയിട്ട് പൈസ
വിഡ്രോ ചെയ്യണമെന്നൊരു ആഗ്രഹം വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ NPS തുടങ്ങിയതിന് ശേഷം 3 വർഷമെങ്കിലും ആകാതെ ഒരിക്കലും വിഡ്രോലിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. 3 വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിന്റെ 25% മാത്രമേ മാക്സിമം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഈ 25% പോലും വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു രോഗം വന്നിട്ടുണ്ടാകണം, ക്രിട്ടിക്കൽ ഇൽനെസ് വന്നിട്ടുള്ള കേസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വേണം എന്നുള്ളതൊരു വളരെ വലിയ അത്യാവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള തക്കതായ കാരണങ്ങൾ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 25% വരെ മാക്സിമം പ്രീമച്വർ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ നടക്കുന്ന വിഡ്രോവൽസ് പോലും നിങ്ങളുടെ മുഴുവനായിട്ടുള്ള ടെന്യൂർ, അതായത് നിങ്ങൾക്ക് 60 വയസ്സ് വരെയുള്ള മുഴുവൻ ടെന്യൂറിൽ പോലും മാക്സിമം 3 തവണയും നടത്താൻ പറ്റുള്ളൂ. ഒരു തവണ വിഡ്രോ ചെയ്താൽ 5 വർഷം വിട്ടിട്ട് മാത്രമേ പിന്നീടും വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയിൽ പൈസ വിഡ്രോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കുറെ നൂലാമാലകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി അതല്ല, നിങ്ങൾ കുറെ നാൾ NPS ഇൻവെസ്റ്റ് ചെയ്തു, ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി NPS ഇനി മുഴുവനായിട്ട് നിർത്താം, നിങ്ങൾക്ക് 60 വയസ്സ് വരെ ഹോൾഡ് ചെയ്യേണ്ട, അത് വിഡ്രോവൽ അല്ല, കംപ്ലീറ്റ് എക്സിറ്റ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാസം മാസം കിട്ടുന്ന പൈസ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചു, നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് പഠിച്ചു, അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു പോയിന്റിൽ നിർത്തണമെന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഇവിടെയാണെങ്കിൽ പോലും ആദ്യത്തെ 10 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. 10 വർഷമാകാതെ നിർത്തുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. 10 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ തുക 1 ലക്ഷം രൂപയെ ആയിട്ടുള്ളൂ എങ്കിൽ, അത്ര കുറവേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ മുഴുവൻ 1 ലക്ഷം രൂപയെ നിങ്ങൾക്ക് നിർത്തി വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, 10 വർഷം കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപേനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് വന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയുടെ 20% മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 80% ഒരു ആന്വിറ്റി പ്ലാനിന്റെ പർച്ചേസിലേക്ക് പോയിട്ട് മാസം പെൻഷനായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ ഇട്ട പൈസ, കുറെ നാളിട്ട പൈസയുടെ 20% മാത്രമേ അപ്പോഴും വിഡ്രോവലിന് ഗവൺമെന്റ് സംഭവിക്കുള്ളൂ. മോശമായിട്ട് കരുതേണ്ട ആവശ്യമില്ല. എല്ലാവരെയും ഡിസിപ്ലിൻഡ് ആക്കാനും എല്ലാവരുടെയും നന്മ ആലോചിച്ചിട്ടാണ് NPS ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ആന്വിറ്റി എന്ന് കേട്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകില്ല. വളരെ പെട്ടെന്ന് മുന്നിലേക്ക് പോകുമ്പോൾ ആന്വിറ്റി എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഡിസൈഡ് ചെയ്തത്, നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, 60 വയസ്സാകുന്നതിന് മുൻപ് പൈസ ഇതിൽ നിന്ന് എടുക്കുന്നത്, ഇത് നിർത്തുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം. അതായത് നമ്മളൊരു കഥ പോലെയാണല്ലോ പറഞ്ഞു വരുന്നത്. ആദ്യം എന്താണെന്ന് മനസ്സിലാക്കി പൈസ ഇട്ടിട്ട് വരുന്നുണ്ട്. ഇനി 60 വയസ്സാകുമ്പോൾ എന്ത് സംഭവിക്കും, അതായത് നിങ്ങളുടെ NPSന്റെ ഫൈനൽ സ്റ്റേജിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എൻഡ് ചെയ്യുന്നത്, എങ്ങനെ പെൻഷൻ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കണ്ടതിലൂടെ NPS എന്താണെന്നും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ റിട്ടയർമെന്റ് വരെ, അതായത് 60ാമത്തെ വയസ്സ് വരെ എന്താണ് കഥ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് വളരെ വ്യക്തമായിട്ട് ചെയ്തു വന്നപ്പോൾ മുഴുവൻ ടൈം നിയർലി ഒരു 40-45 മിനിറ്റിലേക്ക് പോയി. അപ്പോൾ ഇതിനെ നമ്മൾ പാർട്ട് 1, പാർട്ട് 2 എന്ന മോഡലിൽ ചെയ്യുകയാണ്. അപ്പോൾ പാർട്ട് 1 ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതുവരെ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പാർട്ട് 2 കാണുക. അതാണ് ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ ആ വീഡിയോയിലേക്കുള്ള ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, താഴെ കമന്റിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. എന്നാൽ മാത്രമേ ഇതിനെപ്പറ്റി മുഴുവനായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ പാർട്ട് 2 മുന്നിലേക്ക് 60 വയസ്സായാൽ എന്ത് സംഭവിക്കും, മുന്നിലേക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് പൈസ പെൻഷനായിട്ട് തിരിച്ചു കിട്ടുക, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതായത് NPS ശരിക്കും നല്ലതാണോ, അല്ലെങ്കിൽ ആർക്കാണ് നല്ലത്, അല്ലെങ്കിൽ സാധാരണക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മറ്റേതെങ്കിലും ഇതിനേക്കാൾ നല്ല പെൻഷൻ സ്കീംസ് ഉണ്ടോ, ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ഉണ്ടോ എന്നുള്ളതെല്ലാം വിശദമായിട്ട് ഒരു കമ്പാരിസൺ മോഡലിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സമയം കളയാതെ താഴത്തെ വീഡിയോയിൽ, അതായത് പാർട്ട് 2 കാണുക. അപ്പോൾ നമുക്ക് അവിടെ കാണാം. അതിശക്തം.